ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി കുട്ടികളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഡോണറ്റ്. കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഡോണറ്റ്. പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഡെസേർട്ട്സിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാനും പറ്റും. ഓവനൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ ഒരു അരിപ്പയിലോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് മൈദ വെച്ചിട്ട് 7 ഡോണറ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയുടെ അളവ് കൂട്ടിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർമെൻറ്റ്സ് കൂട്ടിയാൽ മതി. എന്നിട്ടത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതുപോലെ അരിച്ചിട്ട് ചെയ്താൽ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടും. ഇനി ഈ മൈദയിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് തരിതരിപ്പായിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ അത് പെർമനൻറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. മാവ് കുഴച്ചെടുക്കുന്ന ടൈമിൽ 1/2 കപ്പ് പാല് ചെറുതായി ചൂടാക്കിയിട്ട് കുറച്ചായി ഒഴിച്ചിട്ട് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു ഇതിൽ കുഴച്ചെടുത്ത് വെക്കുക. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നാലേ നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടുമല്ലോ. ഇനി ഇതൊരു നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മാവാണിത്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് മൈദ തൂവിയിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു ക്യാപ്പും മൂടിയും വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പായി കിട്ടില്ല. അപ്പോൾ ഡോണറ്റൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദ തൂവിയിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു ടൈമിൽ കുറച്ചുകൂടി പൊങ്ങിക്കിട്ടും. മൈദ തൂവിയിട്ടില്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. അങ്ങനെ മുഴുവനും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതും ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇനി അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സാധാ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇനി അതിലോട്ട് ഓയിൽ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അതിലോട്ടൊരു സ്പൂണ് വെച്ചിട്ട് വേണം ഡോണറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. കൈ വെച്ചെടുക്കുന്ന ടൈമിലും ഷേപ്പ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ബ്രൗൺ കളർ ആയാൽ മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഉള്ളൊന്നും ഫ്രൈ ആയി കിട്ടില്ല. രണ്ട് സൈഡും ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം ബ്രൗൺ കളർ ആവുകയും ഉള്ളു തീരെ വേവാണ്ടുമായി പോകും. അങ്ങനെ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കവർ ചെയ്ത് വെക്കുക പാത്രം, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ ഹാർഡായി പോകും. ഇനി ഇതിന് മുകളിലേക്ക് വേണ്ട ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ടും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽട്ടായി വന്നാൽ അതിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. കട്ടിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചെറുതായിട്ട് തണിഞ്ഞു വന്നാൽ അതിലേക്ക് ഡോണറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് ചോക്ലേറ്റ് ചെയ്തെടുക്കാം. നല്ല കട്ടിയിൽ തന്നെ ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ചെയ്തതുപോലെ തന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് കുറച്ച് ഡോണറ്റ് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചോക്ലേറ്റ് ഇല്ലാന്നെങ്കിൽ ഷുഗർ വെച്ചിട്ട് നമുക്ക് ഷുഗർ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് അതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഡോണറ്റിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.